إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون സൂറ ബഖറ 141 ആയത്ത്. ഇതേ പ്രകാരത്തിലൊരായത്ത് ഇതിന് തൊട്ട് മുമ്പ് 134 ആയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് വീണ്ടും അതേ ആയത്ത് തന്നെ അല്ലാഹു തആല വീണ്ടും ആവർത്തിക്കുന്നത്? കാരണം അതിന്റെ ഗൗരവം, അതിമഹത്തായ ഗൗരവം ആ ആയത്തിനുണ്ട്. അത് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ വീണ്ടും ഉദ്ധരിക്കുന്നത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, തിൽക ഉമ്മത്തുൻ അതൊരു സമുദായമാകുന്നു, ഖദ് ഖലത് അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയ സമുദായമാണ്. ഇനി അതിന്റെ കാര്യവും പറഞ്ഞ് നിങ്ങളിരിക്കണ്ട. കാരണം ആ കഴിഞ്ഞുപോയ പാരമ്പര്യവാദികൾ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പിന്നാലെ പോകുന്ന ജനങ്ങളെ നേർമാർഗത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഗൗരവത്തിൽ അവരോട് ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണിത്. നോക്കൂ, അതിനുശേഷം ലഹാ മാ കസബത്ത് അവർക്ക് അവർ പ്രവർത്തിച്ചതുണ്ട്, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. വലക്കും മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട്. അവർക്ക് അവരുടെ പ്രവർത്തന ഫലമാണ് മഹ്ശറിൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുക. നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹുവിന്റെ പക്കൽ മഹ്ശറിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അവരുടെ പാരമ്പര്യം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർമാർഗം അവകാശപ്പെട്ടതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. അവർക്ക് അവരുടെ പ്രവൃത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിലുള്ള കൺമുന്നിലുള്ള റസൂലിനെ അംഗീകരിക്കണം, ഖുർആനിനെ അംഗീകരിക്കണം, നേരായ പാതയിൽ നിലകൊള്ളണം. എന്തെങ്കിലും അന്ധവിശ്വാസമോ അനാചാരമോ പാരമ്പര്യവാദങ്ങളായി ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് അല്ലാഹു തആല ശക്തമായി മുന്നോട്ട് വെക്കുന്ന പദം. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, വലാ തുസ്അലൂന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അമ്മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ. നിങ്ങളുടെ വാപ്പ ഉപ്പാപ്പമാർ പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങളോട് ചോദ്യം ചെയ്യില്ല. നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.